മോട്ടോർ വെഹിക്കിൾ ആക്ടുകൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ KSRTC ബസ്സുകൾ തന്നെ നിരത്തിലോടുന്നത് എത്രത്തോളം ഗുരുതരമാണെന്നുള്ളതും ചിന്തിച്ചു നോക്കും. ഈ ബസ്സിൽ KL15A1684 എന്ന് പറയുന്ന ഈ ബസ്സിന് ടാക്സിന്റെ വാലിഡിറ്റി കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം 2018 കഴിഞ്ഞതിന് ശേഷം ഇതുവരെ പുതുക്കിയിട്ടില്ല. 2020 ഇൻഷുറൻസിന്റെ വാലിഡിറ്റി കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഇതുവരെ പുതുക്കിയിട്ടില്ല. ഇത് പുതുക്കാതെയാണ് ഈ വാഹനം നിരത്തിലോടിക്കൊണ്ടിരിക്കുന്നത്. ആരുടെയാണെന്നുള്ളത് ആലോചിച്ച് നോക്കണം. ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രിയുടെ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനം അപകടത്തിൽപ്പെടുകയാണെങ്കിൽ അത് എത്രത്തോളം ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നതാണ്. ആ ഗുരുതരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് ഇവിടെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതും നമുക്കറിയാവുന്നതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ പ്രോപ്പറായിട്ടുള്ള മോട്ടോർ വെഹിക്കിൾ ആക്ടുകൾ കൈകാര്യം ചെയ്യുന്ന, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന അതേ മന്ത്രിയുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ ആ വയലേഷനിലൂടെ നിരത്തുകളിൽ ആ KSRTC ബസ്സുകൾ ഓടുമ്പോൾ അതിന്റെ പ്രോബ്ലം എത്രത്തോളമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബായ്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജനങ്ങളൊരു കാര്യം ഉപകാരം ചെയ്യുക. നിങ്ങൾ വീഡിയോയിൽ പകർത്തു. നിയമം KSRTCക്കും പ്രൈവറ്റ് ബസ്സുകാർക്കും ഒന്നും വേറെ പറയില്ല.